നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് തൻ്റേതായ സംഭാവന നൽകി 5 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന മധുസാറായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. തൻ്റെ സിനിമാ വഴിത്താരയിലൂടെ ഈ എപ്പിസോഡിലും മധുസാറ് സഞ്ചരിക്കുകയാണ്. പുതുതലമുറ നടന്മാരിൽ പ്രധാനപ്പെട്ട ആൾക്കാർ നമ്മൾ മധുസാറിനെ വെച്ചിട്ടാണ് പുതുതലമുറ പറയുന്നത്. അവരൊന്നും 10, 30, 35 വർഷമായിട്ട് മലയാള സിനിമ അടക്കി ഭരിക്കുന്ന ആൾക്കാരാണ്. അതിൽ ശ്രീ മമ്മൂക്കയായിട്ടുള്ള മധുസാറിൻ്റെ ഒരു കെമിസ്ട്രി, എനിക്ക് തോന്നുന്നു മധുസാറ് വളരെ സ്നേഹത്തോടെയാണ് ഈ പുതുതലമുറ നടന്മാരെ എപ്പോഴും ഒരു വാത്സല്യം അവർക്ക് കൊടുത്തിരുന്നു. ഒരു രസതന്ത്രം എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവരും എനിക്ക് കിട്ടിയത് ഞാൻ കൊടുത്തതായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അവർ സത്യൻ സാറും നസീറും എന്നെ അങ്ങനത്തെ എൻകറേജ് ചെയ്യായിരുന്നു. എപ്പോഴും ഓൾവേസ് എൻകറേജിങ്. ഒരിക്കലും മറ്റൊരു രീതിയിൽ എനിക്ക് അവരുടെ സിനിമാ അനുഭവങ്ങളൊക്കെ മധുസാറുമായിട്ട് പങ്കുവെച്ചിരുന്നു. ഒരുപക്ഷെ കഥാപാത്രങ്ങൾ അവർ ചെയ്യുമ്പോൾ ചെയ്യാവുന്ന പലപ്പോഴും പലപ്പോഴും അവരുടെ ദുഃഖങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഈ അവർ തമ്മിലും ചില റൈവലറി ഉണ്ടായിരുന്നെങ്കിൽ പോലും ബാധിച്ചിട്ടില്ല. ആ തമ്മിലുള്ളത് മധുസാറുമായിട്ട് വന്നിട്ടില്ല. ഇല്ല വന്നിട്ടില്ല. തമ്മിലുള്ളത് സ്വാഭാവികമാണ്. അതാണ് എന്താ കാരണം വെച്ചാൽ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടി. ലാലുമായിട്ടുള്ള അഭിനയം, ഈ ലാലിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ലാലിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ, വളരെ പ്ലസൻ്റാണ്. പിരിമുറുക്കമൊന്നുമില്ല. ലാലിൻ്റെ വർക്കിനും അതെ, ഹീസ് ഓൾവേസ് അറ്റ് ഈസ്. അപ്പോൾ അത് നമ്മളിലേക്കും പകരും. തമാശയാണ്, എല്ലാം ഹ്യൂമറാണ്. അങ്ങനെ വലിയ തമാശയല്ല. ഈ സ്വയം ഒരുമാതിരി ഈ ഇതെന്ന് പറയാൻ ടെൻഷൻ എന്ന് പറയണത് വേറെ വല്ല വീട്ടിലുണ്ടായിരിക്കാം, അല്ല ലൈഫിലുണ്ടായിരിക്കാം, ബിസിനസ്സിലുണ്ടായിരിക്കാം. പക്ഷെ വർക്ക് ചെയ്യാൻ വരാൻ നേരത്ത് യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളാണ്. അത് നമ്മൾ ദാറ്റ് മേക്സ് അസ് ഓൾസോ കൂൾ. ഒരു സുഖമാണ് ലാലിൻ്റെ കൂടെ ഏതെങ്കിലും വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖമാണ്. മധുസാറെ, ആ ഒരു മധുസാറൊക്കെ നായക വേഷത്തിൽ വന്നിരുന്ന ആ കാലഘട്ടവും ഇവർ വന്ന കാലഘട്ടവും തമ്മിലുള്ള അന്തരം, അല്ല ഇവരുടെ അഭിനയ രീതിയിലുള്ള ഇതൊക്കെ മധുസാർ ഒന്ന് ഇടയ്ക്കൊന്ന് താരതമ്യം ചെയ്യാറുണ്ടോ? ആ കാലഘട്ടത്തിൻ്റെ അഭിനയ രീതികളല്ല ഇന്നത്തെ കാലഘട്ടം. അല്ല കാലഘട്ടം മാറി, ഒരുപക്ഷെ രീതികൾ മാറി, ടേസ്റ്റ് മാറി, കൈയെടുക്കേണ്ട ആ രീതി മാറി, ആസ്വാദകർ മാറി, പ്രേക്ഷകർ മാറി. അതൊക്കെ ഒരുപക്ഷെ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വേണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മധുസാറിനായിരിക്കും. അതുകൊണ്ട് വ്യത്യാസമുണ്ട്. അത് ഈ കൈയെടുക്കുന്നതിലും ബാക്കി ഈ ഹെയർ സ്റ്റൈൽ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലെയും സൊസൈറ്റിയിൽ തന്നെ ഇപ്പോൾ ഇവരെ പോലെ അല്ലല്ലോ അന്നുണ്ടായിരുന്ന ആളുകളെല്ലാം കോളേജിൽ അല്ലേ. അന്നുണ്ടായിരുന്നതിനൊക്കെ നല്ല വെളിച്ചെണ്ണയൊക്കെ വെച്ച് അതെ അത് ആ ചേഞ്ചാണ് സിനിമയിൽ വന്നിട്ടുള്ളതെന്നുള്ളതേ ഉള്ളൂ. ചേഞ്ച് വേണമല്ലോ, അല്ലെങ്കിൽ ഒന്ന് പഴയ പടങ്ങളിട്ട് കണ്ടാൽ പോരെ. തുളസിക്കതിരൊക്കെ ചൂടിയാൽ അതെ, ഇന്ന് തുളസിക്കതിരൊന്നും ഈ പെണ്ണുങ്ങൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഇതെന്താണെന്ന് പോലും അറിയുണ്ടാവില്ല. അതെ, പക്ഷെ ലാലുമായിട്ടുള്ള കെമിസ്ട്രി, എനിക്ക് തോന്നുന്നു ലാലിൻ്റെ മധുസാറിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പറയട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു സുഹൃത്ത് പോലെ കാണുന്ന ഒരാളാണ് മധുസാർ. അത്രയും ബന്ധം ഞങ്ങൾക്ക് ഹൃദയത്തിൽ ബന്ധമുണ്ട്. പക്ഷേ ഒരുപാട് ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഒരേപോലെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ലാൽ പറയാൻ കാരണം? അതിന് ചോദിച്ചു നോക്കണം എന്താണ്. അതിനകത്ത് വല്ല കുസൃതി ഉണ്ടോ? ഇല്ല കുസൃതിയല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, വരട്ടെ. ഒരു പ്രാവശ്യം ഞാനും മധുസാറും ജയനൻ വിൻസെൻറ്റും കൂടി എറണാകുളത്ത് നിന്ന് വരികയായിരുന്നു. രാത്രിയായിരുന്നു, ഏതാണ്ട് ഒരു 12-1 മണി. ആലപ്പുഴയിൽ കുറച്ച് നേരം കാർ നിർത്തി. അപ്പോൾ പെട്ടെന്ന് മധുസാർ എന്നോട് ചോദ്യം, അടുത്ത വീട്ടിൽ കാണുന്ന ആ കപ്പത്തോട്ടത്തിൽ നിന്ന് കുറച്ച് കപ്പ പറിക്കാമോ? നമ്മൾ കപ്പ പറിക്കേ, എന്തിനത്? ആരെങ്കിലും കണ്ടാ? ഞാൻ പറഞ്ഞ് തിരിയുന്നതിന് 1 സെക്കൻഡിനുള്ളിൽ മധുസാർ ആ മതിലെടുത്ത് അപ്പുറത്തേക്ക് കയറി കുറേ കപ്പ പറിക്കുന്നു. എനിക്കും പറിക്കാതിരിക്കാൻ നിർത്തില്ല. ഞാനും എടുത്ത് ചാടി കപ്പ പറിച്ചു. കാറിൻ്റെ ഡിക്കിയിലെടുത്തിട്ടു, വണ്ടി വിട്ടു. വണ്ടി ഏതാണ്ട് ഏർലി മോർണിംഗ് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കപ്പ എന്താ ചെയ്യേണ്ടതെന്ന്. അതെടുത്ത് കളഞ്ഞേക്കൂ. ഞാൻ പിന്നെ എന്തിനാ പറിച്ചത്? അതോ നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് പരീക്ഷിച്ചതാണ്. ഇതേപോലെ ലാലും പല സ്ഥലത്തും മതിലിയാടി കപ്പ പറിച്ചിട്ടുണ്ട്. ഈ കപ്പ മാത്രം പറിച്ചുള്ളത് എനിക്കറിയില്ല, പക്ഷെ കപ്പ പറിച്ച കാര്യം എനിക്കറിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നേനെ, കപ്പക്കള്ളൻ മധുസാർ എന്നും പറഞ്ഞില്ല. അന്ന് ന്യൂസ് ചാനലുകളില്ലാത്തതുകൊണ്ട് മധുസാർ രക്ഷപ്പെട്ടു. പക്ഷെ ഇങ്ങനെയുള്ള കുറുമ്പുകളൊക്കെ മധുസാറിനുണ്ടല്ലേ? അത്
അതൊരു രസമല്ലേ ഈ ബോറടിക്കാൻ നേരത്തെ ഒരു എന്തെങ്കിലും ഒരു ചെയ്യാന്നുള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില കുസൃതികൾ ചെയ്തില്ല പിന്നെ ലൈഫിൽ എന്താ ലൈഫിലെന്താണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കുസൃതികൾ ഒരുപാട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എടുത്ത് അതിങ്ങനെ ഇതിൻ്റെ കൂടെ അങ്ങ് പോകുന്നുള്ളതല്ലാതെ ഈ ഔട്ട് ഓഫ് ദി വേ എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. ഓർമ്മ വരില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചില കർക്കശ സ്വഭാവം അച്ഛനിൽ നിന്ന് മധുസാറിന് പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന കാര്യം മധുസാറിൻ്റെ പഴയ ഡ്രൈവർ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാനല്പം സ്പീഡിൽ ഓടിച്ചെന്നും പറഞ്ഞ് എന്നെ വഴിയിൽ നിന്ന് ഇറങ്ങി എന്നെ എൻ്റെ പുറകെ വണ്ടി ഓടിപ്പിച്ച ആളാണ് ഇദ്ദേഹം. അതൊക്കെ ഒരു തമാശ നല്ല അനുഭവം കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണം ഞാൻ. എന്താ വിദ്വാൻ ചെയ്തത്? ഇത് ഓർമ്മ പറഞ്ഞില്ല എനിക്കിത് അങ്ങനെ ചെയ്തത്. സ്പീഡ് കൂട്ടി ഓടിച്ചു പോലും. പല പ്രാവശ്യം പറഞ്ഞ് സ്പീഡ് കുറച്ച് ഓടിക്കുക. അവസാനം വണ്ടി നിർത്തിച്ചിട്ട് മധുസാർ നടന്നു. ഇനി എൻ്റെ പുറകെ നീ വണ്ടി ഓടിച്ചാൽ എന്ന് പറഞ്ഞു. അവൻ്റെ അറിയാം, അവനെ ഇപ്പം ഇല്ല കേട്ടോ. അവൻ സുന്ദരേശൻ എന്നാ എൻ്റെ പേര്. അവനെ ഒരു 88 ഒക്കെ ആയപ്പോൾ ഗൾഫിൽ പോയിട്ട് അവിടുത്തെ എയറോഡ്രോമിൽ ഡ്രൈവറായി. ആൻഡ് ഹി വാസ് വെൽ ഓഫ്. പാവം അത് കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി, പിള്ളേരെല്ലാം മിടുക്കന്മാരാക്കി. അവർ കല്യാണം കഴിപ്പിച്ചു. അവരുടെ മക്കളെ അവിടെ ജോലി കൊടുത്തിട്ട് അവനും ഫാമിലിയായിട്ട് ഇവിടെ എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പേ എൻ്റെ കൂടെ ആയിരുന്നു ഇതിലെ സൈറ്റ് കൊണ്ട്. ഇവിടെ വന്നൊരു 2 ആഴ്ചയായില്ല അതിൻ്റെ ഉള്ളിൽ വയറ്റിനൊരു അസുഖം തോന്നി. ചെന്ന് നോക്കിയപ്പോൾ എന്തിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹി ഡൈഡ് ഓഫ് ക്യാൻസർ. ഓ ശരി. പക്ഷെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയ ശേഷമാണ് പക്ഷെ അവൻ ജീവിക്കാൻ വന്നതാണ്. അതുവരെ അവൻ്റെ വീട്ടിൽ അവൻ്റെ സഹോദരങ്ങളുണ്ട്, അവൻ്റെ അമ്മ അച്ഛനില്ല. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ട് അവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയിട്ട് സ്വയം ജീവിതം ഒന്ന് ആരംഭിച്ചപ്പോൾ സ്വയമായിട്ട് ഇനിയിപ്പോൾ എൻ്റെ ഇപ്പം എന്ന് പറഞ്ഞ് വീടൊക്കെ വെച്ച് സാർ എൻ്റെ അപ്പുറത്തൊരു പൂജാമുറിയുണ്ട്, എനിക്ക് അവിടെ സുഖമായിട്ട് വരുന്നതിന് പൂജയൊക്കെ ആയിട്ട് കുറച്ചാണ് ജീവിക്കണം. ഈ ജീവിക്കാൻ വന്നവൻ വിതിൻ എ ഫ്യൂ മന്ത്സ്. ജീവിതം അങ്ങനെയാണ് മധുസാറെ. പലപ്പോഴും ഭയങ്കര ആകസ്മികതകളാണ് ജീവിതത്തിലുള്ളത്. മറ്റൊരാളെ കൊണ്ടുവരാം. ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങിയ കാലത്ത് വെള്ളിത്തിരയിൽ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന 2 നായക നടന്മാർ, ഒന്ന് പ്രേം നസീറും ഒന്ന് മധുസാറുമായിരുന്നു. പിൽക്കാലത്ത് ഞാൻ സിനിമയിൽ വരുമെന്നോ എൻ്റെ ആദ്യ ചിത്രത്തിൽ തന്നെ മധുസാറിൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുമെന്നോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ആ സിനിമ മാത്രമല്ല, അതിനുശേഷം കഴിഞ്ഞ 10-27 വർഷക്കാലമായി മധുസാറിൻ്റെ കൂടെ ഒരുപാട് സിനിമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി, എൻ്റെ തലമുറയിൽപ്പെട്ട പലർക്കും കിട്ടി. ഇപ്പോഴും ഞാൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. മൈലാഞ്ചി മഞ്ചുള്ള വീട് എന്ന ചിത്രത്തിൽ ഒരുപാട് സന്തോഷം സാർ. ഇതിൻ്റെയൊക്കെ മുജ്ജന്മ സുഹൃതം അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യം എന്നൊക്കെ പറയും. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നത് ഈ ജീവിതത്തിൽ. ഒരുപാട് സിനിമ ചെയ്തെന്നോ അല്ലെങ്കിൽ ഇത്രയും സിനിമകൾക്ക് എനിക്ക് ഇത് കിട്ടി, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടി, പൈസ കിട്ടി, പ്രശസ്തി കിട്ടി, ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനൊക്കെ വേറെ കാണുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം, നിങ്ങളെപ്പോലത്തെ മലയാള സിനിമ കണ്ട, ഇന്ത്യൻ സിനിമ കണ്ട, ലോക സിനിമ കണ്ട ലെജൻസ് നിങ്ങളുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെയൊക്കെ ജീവിതത്തിലെ മഹാഭാഗ്യം. ഇത് പറയുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇങ്ങനെ പ്രേമം കുറേ കണ്ടുകൊണ്ടിരുന്നതിനാണ് ഞാൻ. ആദ്യത്തെ പടത്തിൽ തന്നെ പാർവതി ഹീറോയിനായിരുന്നു. വന്നതിൻ്റെ അടുത്ത ദിവസം പ്രേമം തുടങ്ങിയതാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഷൂട്ടിങ് ഈ പ്രേമരംഗങ്ങളിങ്ങനെ പോയി അച്ഛനായിട്ട് അഭിനയിക്കുകയും ലൈഫിൽ ഇങ്ങനെ പ്രേമരംഗം കാണുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നീട് അവർ വിവാഹം കഴിക്കുന്നു. മധുസാറിന് 2ാമത്തെ ദിവസം തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു. പറഞ്ഞോ? ഇത് കണ്ടപ്പം മനസ്സിലായി. അതെ അതെ അതെ. പക്ഷേ ഈ വിദ്വാന് മധുസാറിനോടുള്ള സ്നേഹത്തിൽ എന്താ പറയുക, സ്നേഹാധിക്യം കൊണ്ട് മധുസാറിനെ പല രൂപത്തിലും അവതരിപ്പിക്കാറുമുണ്ട്. അത് കാണാറുണ്ടായിരുന്നു? ഇല്ല, ഉണ്ടെന്നറിയാം, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? എന്നാ ശരി, പിടിച്ചോ. क्या बोलती तुम? सुनिया ആരെങ്കിലും കണ്ടാല घूमेंगे फिरेंगे गाएंगे नाचेंगे ऐश करेंगे. അത്രമാത്രം എനിക്ക് പറയാനുള്ള പട്ടികളെ. ഇതൊക്കെ കാണുമ്പോൾ എന്താ മസാർ തോന്നുന്നത്?
അല്ല ഇതെല്ലാം ചെയ്ത് കാണല്ല അഭിനയിക്കാൻ പഠിച്ചത്. ആഹാ. അപ്പോൾ നമ്മൾ പോയി ട്യൂഷനൊന്നും കൊടുത്തില്ല എന്ന് വരികയിലും ഇതൊക്കെ ചെയ്ത് പഠിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ, ചെറിയ കാര്യമല്ല. അല്ലേ? നമ്മെ പഠിച്ചിട്ടാവാം സിനിമ പഠിച്ചത്. അതെ, അതെ, അതെ. അതെ. എന്തായാലും മധുസാറിനെയൊക്കെ നിരീക്ഷിച്ച് സിനിമ പഠിച്ചത് കൊണ്ട് ഇപ്പം നന്നായിട്ട് കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. എന്തായാലും മോശമായില്ല. ഇല്ല, ഒരിക്കലും. ശിഷ്യം മോശമായില്ല. വരട്ടെ ഒരാളും കൂടി. സാറേ നമസ്കാരം. ഞാൻ സിനിമയിൽ സാർ എന്ന് വിളിക്കുന്നത് മധുസാറിന് മാത്രമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്നെക്കാളും മൂത്ത ആൾക്കാർ പലരും ഞാൻ ചേട്ട എന്ന് വിളിക്കാറുണ്ട്, പക്ഷെ സാർ എന്ന് വിളിക്കാറില്ല. സാറ് എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം ഒരു അധ്യാപകനെ പോലെ ഞാൻ കാണുന്ന ഒന്നാണ്. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. സാറിൻ്റെ അടുക്ക് ആരോ വേറെ ആരുമല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെയർമാൻ മിസ്റ്റർ ജോസഫ് സാർ അങ്ങോട്ട് ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മധുസാർ പറഞ്ഞു, അമ്മ എന്ന് പറഞ്ഞ സംഘടന നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സാറും സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു, അത് ഓർക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ അത് ഇന്നസെൻ്റ് കൊണ്ട് നടക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് ആകെ ചിന്ന ഭിന്നമായി പോകും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, എനിക്ക് മാത്രമല്ല മറ്റ് പലരും അറിയേണ്ട കാര്യം, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ, എനിക്കുള്ളൊരു പ്രത്യേകത എന്താണ് എന്നൊന്ന് അറിഞ്ഞ. കാരണം ഇപ്പം ഞാൻ MP ആയി, ആ സമയത്തും MP ആയി, ഇലക്ഷൻ നിൽക്കുന്ന സമയത്തും എന്നെ വന്ന് കണ്ടു, നമ്മൾ തമ്മിൽ ഞാൻ അനുഗ്രഹം വാങ്ങി. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് MP ആയത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവ് എനിക്ക് ഉണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ. അത് എന്തുകൊണ്ടാണ് എന്നൊന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. ഒരു ബോൺ ഡിപ്ലോമാറ്റാണ് ഇന്നസെൻ്റ്. കാരണം പല തട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, കൊച്ചു ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് ഈ വലിയ സൂപ്പർ സ്റ്റാർ വരെയുള്ള ആളുകൾ, ടെക്നീഷ്യൻസ്. അപ്പോൾ ഇവരുടെ കൂടെ ഒക്കെ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഫ്രണ്ടാണെന്ന് തോന്നിക്കുക എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ബാക്കി ഞങ്ങളുടെ ഫീൽഡിലുള്ള ഞാൻ, ഇൻക്ലൂഡിങ് ഞാൻ, ബാക്കിയുള്ള ആളുകളുടെ മുമ്പ് പോയിട്ട് സംസാരിക്കുമ്പോൾ അവൻ ഈക്വലാണ്, എനിക്ക് ഈക്വലാണ് അവൻ എന്ന് അവൻ്റെ മനസ്സിൽ തോന്നത്തക്കവണ്ണം പെരുമാറാൻ നമുക്കറിയില്ല. അല്ലെങ്കിൽ ആ ഒരു കഴിവ് ദൈവം തന്നിട്ടില്ല. ഇന്നസെൻറ്റിന് ഈ ഒരു ഗുണമുണ്ട്. ഇപ്പം മമ്മൂട്ടിയുടെ അടുത്തോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രൊഡ്യൂസറെ അടുത്തോ, ഏറ്റവും വലിയ പുറത്തുള്ള ആളുകളുടെ അടുത്തോ, ഒരു മിനിസ്റ്ററുടെ അടുത്തോ, അല്ലെങ്കിൽ പാർലമെൻറ്റിലോ പോയിട്ട് സംസാരിക്കുമ്പോൾ അതുപോലെ ഇറങ്ങി വരുമ്പോൾ അതിനെ നടുങ്ങി നിൽക്കുന്ന പീവനുണ്ടല്ലോ, അവൻ്റെ അടുത്ത് മുകളിൽ ചെന്നിട്ട് ചീഫ് മിനിസ്റ്ററുടെ സംസാരിച്ച പോലെ ഇയാളുടെ സംസാരിക്കാനും നമ്മുടെ ആളാണ് ഇന്നസെൻ്റ് എന്ന് തോന്നിക്കാനുമുള്ളൊരു കഴിവുണ്ട്. അതൊരു സിദ്ധിയാണ്. അത് ഭയങ്കര കഴിവാണ്, ഭയങ്കര ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഈ അമ്മ എന്ന് പറഞ്ഞാൽ അതെ, ദുഷ്കരം പിടിച്ചൊരു സംഘടനയാണ്. വലിയൊരു മൃഗശാലയാണ് അത്. അതെ, അതെ. സിംഹവും കടുവയും അല്ലേ മത്സര അനുഭവിച്ചാണല്ലേ? അതെ, അതെ, അതെ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ സിംഹമായിട്ട് കടിച്ച, സത്യം പറഞ്ഞ് ഞാൻ 2-3 വർഷമായിരുന്നപ്പോൾ എല്ലാവരും അങ്ങനെ അവരെ കാണാൻ നേരത്തെല്ലാം സുഖമാണ്. പക്ഷെ ആരും അങ്ങനെ കയറിയിട്ടൊരു കോപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. എതിരായിട്ടൊന്നും ചെയ്യുകയോ സ്നേഹക്കുറവ് കാണിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതല്ല, ഈ പ്രവർത്തിക്കാൻ വേണ്ടി മുമ്പോട്ട് വരിക, അഭിപ്രായങ്ങൾ പറയുക, ചെയ്യാൻ ഒത്തുകൂടുക, അങ്ങനെ ഒരു സംഗതിയില്ല. പക്ഷേ ഇന്നസെൻ്റ് വന്നതിന് ശേഷം എല്ലാവർക്കും ഇന്നസെൻ്റ് ഫ്രണ്ടാണെന്നൊരു തോന്നലുള്ള കാരണം എല്ലാവരും കോർത്തറിയുള്ള കഴിവ്, അത് ഒരു വല്ലാത്ത ഒരു സിദ്ധിയാണത്. അത് ഞാൻ ഇനിയിപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, MP ആയി കഴിഞ്ഞപ്പോൾ ഇന്നസെൻ്റ് മാറുമല്ലോ, അങ്ങനെ വേറെ ആരെ ആക്കണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു സെക്കൻഡ് മാൻ ഇനിയും കിട്ടിയിട്ടില്ല. മനസ്സിൽ വേറെ ആളുമില്ല, വേറെ ആരും കിട്ടില്ല. കാരണം അത് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ ആണല്ലോ, ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറെന്നോ മെഗാ സ്റ്റാറെന്നോ ഒക്കെ പറയുന്ന ആൾ തൊട്ട് താഴത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വരെ ഉള്ള ആളുകൾ നമ്മുടെ ആളാണ്, തോളി കയറ്റി നടക്കുക എന്ന് തോന്നിക്കത്തക്കവണ്ണം മറ്റൊരു മെമ്പറെ, ഇത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു മെമ്പറിനെ സെലക്ട് ചെയ്യാൻ നോക്കിയിട്ട് സോ ഫാർ എനിക്ക് സാധിച്ചിട്ടില്ല, മനസ്സിൽ പോലും സജസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അത് തന്നെയാണ് ശ്രീ ഇന്നസെൻറ്റിനുള്ള ഒരു വലിയ സർട്ടിഫിക്കറ്റ്. മധുസാറിൻ്റെ ജീവിതരേഖയിൽ ഒരു പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. സാറ് എത്രയോ വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആളാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച്, ഒരുപാട് സിനിമകൾക്ക് സംവിധായകനായും പ്രൊഡ്യൂസറായും പല നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാലും സാറിന് വേണ്ട രീതിയിൽ മലയാള സിനിമ സാറിന് അംഗീകരിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈവൻ പത്മശ്രീ പോലും വളരെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ സാറിനെ പോലെ ഇത്രയും
പ്രഗത്ഭനായ ഒരാളിന് എന്തുകൊണ്ട് നമ്മുടെ മലയാള സിനിമ വേണ്ടത്ര അംഗീകാരം കൊടുക്കുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ക്യാമറാമാൻ രാമേന്ദ്രൻ ബാബു അല്പം ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇല്ലില്ല, വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നത് തന്നെ ഒരു വലിയ അംഗീകാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അംഗീകാരം കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ അർഹിക്കുന്നതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. വെറുതെ തൊണ്ടയ്ക്ക് മുകളിൽ പറയല്ല. ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ നേടണം, ഏതെങ്കിലും രീതിയിലൊക്കെ ആയിത്തീരണം എന്നുള്ള ഒരു സ്വപ്നവും ഒരു പ്ലാനിങ്ങും ഒക്കെ അറിയാതെ തന്നെ ഉണ്ടായി പോകുന്ന ഒരു 23 വയസ്സിന് മുമ്പാണ്, ഇല്ലേ? അതെ. അതിനുശേഷം അതിനുശേഷമുള്ള പ്രവൃത്തി അത് ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്കിതാകണം. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് എന്തൊക്കെയാണോ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ കടന്നിടുന്ന എവിടെയോ അതിൻ്റെയൊക്കെ മുകളിൽ പോയി. അപ്പോൾ പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല, തന്നില്ല എന്നെങ്ങനെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്? അല്ല, അത് മധുസാറിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഒരു പക്ഷേ മധുസാറിനെ സസൂക്ഷ്മം നോക്കിക്കാണുന്ന, വിലയിരുത്തുന്ന, മധുസാറിൻ്റെ സംഭാവനകളെ തുലനം ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, പ്രതികരിക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം പത്മശ്രീ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായി. എന്തുകൊണ്ട് പത്മശ്രീ ഇത്ര വൈകി എത്തി എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തോട് അനുകൂലമായി പ്രതികരിക്കാനാണ് മലയാളികൾ ആഗ്രഹിച്ചത്. ഒരുപക്ഷെ ഒരു പത്മശ്രീ എന്നുള്ള ആ ബഹുമതിയേക്കാൾ ഉയർന്ന ഒരു തലത്തിലാണ് സാർ നിൽക്കുന്നത്. പക്ഷേ സാറിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടും എല്ലാം സംതൃപ്തം എന്നുള്ളൊരു നിലപാട് കൊണ്ടും സാറിനും തോന്നിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും എന്തോ കിട്ടിയെന്നും തോന്നുന്നില്ല. കിട്ടിയോണ്ടൊരു വ്യത്യാസമില്ല. അല്ല, ഒരു വ്യത്യാസമില്ല. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഈ വല്ല വായനശാലയിലൊക്കെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒരു 10 കൊല്ലം മുമ്പും 15 കൊല്ലം മുമ്പും ഒക്കെ പോകാൻ നേരത്തെ ഇവരറിയാതെ ഈ പത്മശ്രീ മധു നടിച്ചളയും. അപ്പോൾ അവർ പണ്ടേ തന്നു. അതെ, അവർ പണ്ടേ തന്നു അത്. അതെ. അപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് പറയും, ഈ വളരെ സീരിയസ് ആയിട്ടല്ല, ഇങ്ങനെ ഇതിനകത്ത് പത്മശ്രീ എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ പത്മശ്രീ ഒന്നുമില്ല, അങ്ങനെ ഒരു ചീത്ത പേര് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, അങ്ങനെ അത് കേട്ടിട്ടായതോ വിദ്വാൻ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് തന്നത്. ഒരു ചീത്തപ്പേര് ഇരിക്കട്ടെ വെച്ചിട്ട്. എന്തായാലും സാറേ, എനിക്ക് തോന്നുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ 50 വർഷം കഴിയുമ്പോഴും മലയാള സിനിമയിലും അഭിനയ രംഗത്തും നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ബഹുമതിയും ഏറ്റവും വലിയ അതും തലമുറകൾ മക്കളുടെ കൂടെ അഭിനയിക്കുന്നു, മക്കളുടെ പേരക്കിടാങ്ങളുടെ കൂടെ അഭിനയിക്കുന്നു. എത്രയോ ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരുമായിട്ട് ഈ പറഞ്ഞ സിനിമാ ലോകത്ത് ഇപ്പോഴും അഭിനയിക്കാൻ കഴിയുന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ, എനിക്കൊന്നും അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരട്ടെ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം വളരെ ചെറിയൊരു കാര്യമാണ്. ഏത് നിമിഷവും എങ്ങനെയും നമ്മളെ എന്താ പറയുക, ഒരുപക്ഷെ അസംതൃപ്തരോ അല്ലെങ്കിൽ നമ്മളെ രോഷാകുലരോ ആക്കണമെന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം ജീവിക്കുന്ന ഒരു സിനിമാ രംഗത്താണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. അവിടെ സാറ് വർഷങ്ങളായിട്ട് സിനിമയിൽ നടനായിട്ട് നിൽക്കുന്നു, സംവിധായകനായിട്ട്, സ്റ്റുഡിയോ ഓണറായിട്ട്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറ് പതുക്കെ കാലം മാറുന്നതിനനുസരിച്ച് സീരിയലുകളിൽ ഇപ്പോഴും സാറ് ഈ പറഞ്ഞ കണക്ക് ചുണ്ടിൻ്റെ ഒരു മൂലയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൊച്ചു സീരിയൽ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രശലഭം പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. സാറിൻ്റെ പ്രായം ഞാൻ വിശ്വസിക്കില്ല. എങ്ങനെയാണ് സാർ ഈ സമൂഹത്തെ ഇങ്ങനെ കയ്യിലിട്ട് രസകരമായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്കും എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുത്താൽ വളരെ സന്തോഷമായിരിക്കും. ഇല്ല, ഈ പറഞ്ഞതുപോലെയൊക്കെയാണെന്ന് ഞാനെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മനഃപൂർവ്വം ഒന്നും അതിന് വേണ്ടി ചെയ്തിട്ടുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉത്തരം ഞാൻ എങ്ങനെ കൊടുക്കുക? പക്ഷേ ഒരു തിരിച്ചറിവ് ഇപ്പം സാറിനുണ്ടായി. എനിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി. ഒരു പക്ഷേ ഈ പരിപാടിയിൽ നിന്ന് ഒരുപാട് തിരിച്ചറിവുകൾ സാറിന് കിട്ടും. എന്താ കാരണം വെച്ചാൽ സാറിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അത് അവർക്കൊന്നും നേരിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതിന് കൂടെ തന്നെ വരേണ്ട ഒരാളുണ്ട്. വരട്ടെ. ഹലോ അപ്പൂപ്പ, എനിക്ക് അപ്പൂപ്പനെ പറ്റി ഒരുപാട് അഡ്മിറേഷനും അതിശയവും തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൂപ്പൻ തന്നെ കമ്പ്യൂട്ടർ പഠിച്ചു, ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവാണ്, പുറത്തുള്ള അപ്പൂപ്പൻ്റെ ഫ്രണ്ട്സുമായിട്ട് സ്കൈപ്പിൽ വീഡിയോ ചാറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വാട്സാപ്പിലൊക്കെ എന്നെക്കാട്ടിലും തന്നെ ആക്റ്റീവാണ്. എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെക്കാട്ടിലും തന്നെ അപ്പൂപ്പൻ വളരെ ടെക് സാവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ എനിക്കറിയേണ്ട ഇതെങ്ങനെ തുടങ്ങി? അപ്പൂപ്പൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണോ, കഴിവാണോ, ഒരു ഡിറ്റർമിനേഷൻ ആണോ? ഇതെങ്ങനെ സാധിച്ചു? പേരക്കിടാവാണ്. വളരെ വേണ്ടപ്പെട്ട മധുസാറിൻ്റെ സുഹൃത്താണ്. പക്ഷെ ചില അപകടകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലരുമായിട്ട് സ്കൈപ്പിൽ ഇങ്ങനെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശരി, വരട്ടെ. അല്ല, ഇത് തുടക്കം അവനറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇത് വേണം. അതായത് കാണുമ്പോൾ സൊസൈറ്റിയിൽ എല്ലാവരും യൂസ് ചെയ്യും, കമ്പ്യൂട്ടറും അത് ഇതൊക്കെ കൊച്ചു പിള്ളേർ വരെ എല്ലാവരും യൂസ് ചെയ്യാൻ നേരം നമ്മൾ ശകലം ഇതിൻ്റെ പുറകെ നടന്നിട്ട് നേരെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അപ്പോൾ അതൊരു കുറവല്ലേന്ന് എനിക്ക് തോന്നി. ഇയേഴ്സ് ബാക്ക് 10-15 വർഷത്തിന് മുമ്പുള്ള കാര്യം പറയാം. ഞാൻ എന്നിട്ട് ഇതിന് എന്താ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ടാൻഡം കോവാലേഷൻ ചെന്ന് കണ്ടിട്ട് ഐ ജോയിൻ ദർ ആസ് എ സ്റ്റുഡൻറ്റ്. അതൊരു അസാമാന്യ ധൈര്യമാണ്. ആൻഡ് ഡു എൻ്റെ അടുത്തിരുന്ന പയ്യനുണ്ടല്ലോ, അവന് 14 വയസ്സേ ഉള്ളൂ. ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് ഏതാണ്ടൊരു 3-4 മാസം പൊതുവായിട്ട് ക്ലാസ്സിൽ പോയിട്ട് 4 മാസം കൊണ്ട് കമ്പ്യൂട്ടർ പഠിച്ചു. അതെ, പഠിച്ചു സാറ്. അല്ല, പലതും പഠിച്ചതിലിപ്പം ഒരു 75% മറന്നുപോയി. കടലാസിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതൊക്കെ ഉപയോഗിക്കാൻ കാരണം അവിടെ പോയിട്ട് അവിടെ റെഗുലറായിട്ട് പോയിട്ട് ക്ലാസ്സിൽ പോയി കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടാണ്. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. വരട്ടെ. എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാരിലൊരു വളരെ നല്ല ശതമാനം ആൾക്കാരും ചെറുപ്പക്കാരാണ്. ഒരുപാട് ടീനേജേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 20s ആൾക്കാർ. അവരുമായിട്ട് വളരെ കംഫർട്ടബിളാണ് അച്ഛൻ. അവർ തിരിച്ചും. എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? നമ്മൾ സാധാരണ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയും, പക്ഷേ ഇത്ര ഈസി ആയിട്ട് യങ്സ്റ്റേഴ്സുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അത് മനസ്സിൻ്റെ ചെറുപ്പം കൊണ്ടാണോ? ഇത് സത്യമായി സാധിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ പ്രായം നോക്കണേ? എന്ത് ചെയ്യുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് അറിവുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? അപ്പോൾ ഒരു സംസാരിച്ച് നോക്കാൻ നേരത്ത് ഏതാണ്ട് നമ്മെപ്പോലെയോ അല്ലെങ്കിൽ അത് കൂടുതലോ ഒക്കെ അറിവുള്ള കുട്ടികളുണ്ട്. അത് ഈ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതല്ല, സയൻസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാറേ, എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൊന്ന് തെളിഞ്ഞു വരുന്നത്. ഇപ്പം ഞാനും ഇത് ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മസാറിൻ്റെ സ്വഭാവത്തെ ഞാൻ ഇവരിൽ നിന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ മകളുടെയും മരുമകൻ്റെ ഒപ്പമല്ല, പേരക്കിടാവിൻ്റെ ഒപ്പം പായാനുള്ള മനസ്സാണുള്ളത്. അങ്ങോട്ട് ആ റേഞ്ച് വലുതാക്കുകയാണ്. മാത്രമല്ല, ഒരു വലിയ താരപദവിയിൽ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി ചെന്നിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ കാണിക്കുന്നൊരു തൻ്റെ ഇടം അവർക്കെല്ലാം വലിയ അത്ഭുതമായിരുന്നു. അതെ, ഇതൊന്നും വേറെ ആരും കാണിക്കുന്ന കാര്യമല്ല. ഒരു പക്ഷേ ആധുനികതയോട് പൊരുത്തപ്പെട്ടുകൊണ്ട് പുതിയ കാലഘട്ടം ന്യൂ ജനറേഷനോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാനുള്ള, അതല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള പല ആൾക്കാരും അവരെ കുറ്റം പറയുള്ളൂ. കണ്ടില്ല ചെക്കൻ നടക്കണേ. അതുമല്ല, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച്, നമ്മുടെ രംഗമാണല്ലോ സിനിമ, വേൾഡ് സിനിമയെക്കുറിച്ച്, ഇന്ത്യൻ സിനിമയെക്കുറിച്ച്, മലയാള സിനിമയെക്കുറിച്ച് ഈ യങ്സ്റ്റേഴ്സിനോട് സംസാരിച്ചാൽ നമുക്കറിയാവുന്ന കൂടുതൽ കാര്യം അവർക്കറിയാം. എനിക്കറിയാവുന്ന കൂടുതൽ അറിയാവുന്നവരാണ് മിക്കവാറും സിനി ഗോയിങ് യങ്സ്റ്റേഴ്സ്. അവർ വായിച്ചും പഠിച്ചും ടി വിയിൽ നിന്നും അല്ലാതെ DVD നിന്നും തിയേറ്ററിൽ പോയിട്ടും പഠിച്ചിട്ട് നമ്മേക്കാളും കൂടുതൽ ഈ പ്രസൻറ്റ് സിനിമയെക്കുറിച്ച്, വേൾഡ് സിനിമയെക്കുറിച്ച് അവർക്കറിയാം. അപ്പോൾ അവർ അവർക്ക് പ്രായം കുറവാണെന്ന് പറഞ്ഞിട്ട്, സത്യത്തിൽ എൻ്റെ മനസ്സിലൊക്കെ പ്രായം കുറവല്ല, എന്നെക്കാളും അറിവുള്ളവനാണ്. അപ്പോൾ എന്നെക്കാളും പ്രായം കൂടിയവനെ, മൊസാറിനേക്കാളും പ്രായം കൂടിയ അതെ അതെ അതെ. എൻ്റെ ഇടയ്ക്ക് ഈ സ്കൈപ്പിലാരോടെ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത് പറയണോ? എപ്പോഴും അല്ല, ഈ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ധാരാളം ദൂരെയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും മധുസാറിൻ്റെ പുതിയ ജനറേഷനിൽപ്പെട്ട വേറൊരു സൗഹൃദത്തെ ഞാൻ ഇവിടെ കൊണ്ടുവരട്ടെ. വരട്ടെ. സാറ് പലപ്പോഴും രാഷ്ട്രീയത്തിലെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അഭിപ്രായങ്ങളും ഒക്കെ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ സാറിൻ്റെ പിതാവ് തിരുവനന്തപുരത്തെ പഴയ മേയറായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായ അച്ഛൻ്റെ നടനായ മകൻ എന്ന രൂപത്തിൽ, ഏത് രൂപത്തിലാണ് അന്നത്തെ രാഷ്ട്രീയത്തെയും ഞാൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും അതിൻ്റെ രൂപമാറ്റവും ഒക്കെ ഏത് രൂപത്തിലാണ് സാറ് നോക്കിക്കാണുന്നതെന്ന് ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ചിന്ത സാറിൻ്റെ വളരെ കടുത്ത ആരാധികയാണ്. SFIയുടെ സമന്വിത നേതാവാണ്. അറിയാം. പിന്നെ സാറിനെക്കുറിച്ച് പറഞ്ഞാൽ വാക്കുകൾ തീരില്ല. പക്ഷെ ചിന്ത ചോദിച്ചിരിക്കുന്ന വലിയൊരു ചോദ്യമാണ്. അതെ, കാണുന്നത് അച്ഛൻ്റെ കാലത്ത്, അച്ഛനുള്ള കാലത്ത് അച്ഛൻ
സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന കാലത്ത് ഞാൻ സ്കൂളിലും അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ മിക്കവാറും എല്ലാ പാർട്ടിയിലുള്ള ആളുകളുടെ വരെയും ഇവർ തമ്മിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ കാലം അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് അടുത്ത് പെരുമാറാനും ഇന്ന പാർട്ടി എന്നില്ല, എല്ലാവരുമായിട്ട് എല്ലാ പാർട്ടിയിലുള്ള ആളുകളായിട്ടും പലരുമായിട്ടും അടുക്കാനും അവരുമായിട്ട് സംസാരിക്കാനും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും പാർട്ടിയെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുമുള്ള ഉള്ള പല അവസരങ്ങളും ഉണ്ടായി. ധാരാളം പഠിക്കാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു. അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സും തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും. അവസാനം എനിക്കൊന്ന് മനസ്സിലായി, ഇത് നമുക്ക് പറ്റിയതല്ല എന്ന്. ആരെങ്കിലും നിർബന്ധിച്ചോ സാറിനോട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്? ഇല്ല, അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. ഇല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലെ എല്ലാ പാർട്ടിയും ഒന്നുമില്ല തന്നെ. പക്ഷേ യങ്സ്റ്റേഴ്സൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരണം. സാറിൻ്റെ അഭിപ്രായം എന്താ? ഇപ്പോൾ ചിന്തയെ പോലുള്ള കുട്ടികളൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ചിന്തയ്ക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്, ആഗ്രഹമുള്ളതുകൊണ്ടാണ് കൂടുതൽ അറിയാനും കൂടുതൽ പ്രവർത്തിക്കാനും തോന്നുന്നത്. അപ്പോൾ ഇതിന് ആഗ്രഹമില്ലാത്ത ആളുകൾ നമ്മൾ പിടിച്ചു വലിച്ചുകൊണ്ടുവന്നിട്ട് യാതൊരു കാര്യം, വെറുതെ പോകും. ആഗ്രഹമുള്ളവർ പ്രവർത്തിക്കട്ടെ എന്നുള്ളത്. അത് ആഗ്രഹമുള്ളവർ അത്രേ ഒക്കുള്ളൂ. ഈ ആഗ്രഹം വരുന്നത് കഴിവിൽ നിന്നാണ്, ടേസ്റ്റിൽ നിന്നാണ്. ടേസ്റ്റ് ജന്മനാലുള്ളതാണ്, അതുള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ സാധിക്കൂ. അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഫെയിലിയർ ആയിരിക്കും. ന്യൂ ജനറേഷനിൽ നിന്ന് നമ്മൾ വീണ്ടും പഴയ ജനറേഷനിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ്. പഴയ കാലഘട്ടം ഒരുപക്ഷെ മധുസാറിനെ ഒരു നടനായി നന്നായി നിരീക്ഷിച്ച ഒരാൾ, അല്ലെങ്കിൽ മധുസാറിൻ്റെ സഹപ്രവർത്തകനായി ദീർഘകാലം പ്രവർത്തിച്ച ഒരാൾ വരട്ടെ. വളരെ മൂടിയാണ് മധുചേട്ടൻ. ചില സമയത്ത് വളരെ സന്തോഷമായിരിക്കും, ചില സമയത്ത് അത്ര സന്തോഷം ഉണ്ടായിരിക്കില്ല. ഞാനും ഏറെക്കുറെ അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു കാര്യമായ കലഹം ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് എൻ്റെ ഒരു വലിയേട്ടനെ പോലെയാണ് മധുചേട്ടൻ. കാരണം എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ അന്തരിച്ച പി വി തമ്പിയേക്കാൾ ഒരു വയസ്സിന് പ്രായക്കൂടുതലുണ്ട് മധുചേട്ടന്. അപ്പോൾ എൻ്റെ വലിയേട്ടനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. തമ്പിസാറുമായിട്ട് ഒരുപാട് സിനിമകളിൽ മധുസാറ് കൈകോർത്തു അല്ലേ? ഒരു പുതിയ സിനിമയിൽ ഇപ്പം ഉണ്ട്, പുതിയ സിനിമയിലുണ്ട്. ശാരദ ചേച്ചിയും മധുസാറും ആ സിനിമയിലുണ്ട്. എനിക്ക് അമ്മയ്ക്കൊരു താരാട്ട്. തമ്പിസാറിൻ്റെ ഒരുപാട് സിനിമകൾ, ഒരുപക്ഷെ മലയാളത്തിൽ നല്ലൊരു ഭാവുകത്വം സൃഷ്ടിച്ച സിനിമകൾ പ്രദാനം ചെയ്തൊരു വ്യക്തിയാണ് തമ്പിസാർ. നല്ല പാട്ടുള്ള സിനിമകൾ, ഒരുപാട് സിനിമകൾ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരാളെയും കൂടെ കൊണ്ടുവരണം നമുക്ക്. വയസ്സുകാലം മുതൽ മധുസാറിനെ കാണാറുണ്ട്. ഒരു എന്നാ പറയുന്ന വലിയ റെസ്പെക്റ്റും ഒരു നടനായിട്ട് കാണുന്ന. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു പടം, എൻ്റെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പടം എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി എനിക്ക്. അതിൽ മധുസാറും ശാരദ ചേച്ചിയാണ് അഭിനയിക്കുന്നത്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒന്ന് അഭിനയിച്ചപ്പോഴേ എന്തോ ആയിരുന്നോ ഒരു ഫീലിംഗ്? ഒരു വലിയ സന്തോഷം തോന്നിയത് ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷെ മറ്റേ തോന്നിയത് ഈ അന്നുണ്ടായിരുന്ന ശാരദ വളരെ വ്യത്യസ്തമായിരിക്കുന്നു, വളരെ സ്മാർട്ടായിട്ട്, വളരെ ശാരദ വളരെ വീക്കായിരിക്കുന്നു ഫിസിക്കലി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും വീക്കാണോ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. റിയലി. അപ്പോൾ ഇത്ര ഒരുമിച്ചിങ്ങനെ എന്നെക്കാളും സ്മാർട്ടായിരുന്നു അവർ. വർഷങ്ങൾ കടന്നുപോയി. ഷീ ഹാസ് ബിക്കം വെരി വീക്ക്. അവർ ശാരീരികമായിട്ടും കുറേയൊക്കെ മാനസികമായിട്ടും സംസാരിക്കുന്നതിലും ഒക്കെ തന്നെ. അപ്പോൾ ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ശാരദയെ കണ്ടപ്പോൾ എനിക്ക് അപ്പോഴാണ് ഞാനും കിളവനായല്ലോ എന്ന് തോന്നിയത്. അത് ശരി. അതുവരെ പയ്യനായിട്ട് നടക്കായിരുന്നു. അതുവരെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. 40-50 വർഷം മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാർ വീണ്ടും ഒരു അഭിനയ മുഹൂർത്തത്തിൽ ഒന്നിക്കുമ്പോൾ ആർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. എനിക്കത് പഴയ കാര്യങ്ങൾ പെട്ടെന്ന് സ്മരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അവസരം വേണമെങ്കിൽ പ്രദാനം ചെയ്യുന്നുണ്ടാവും. സാറിൻ്റെ കടുത്തൊരു ആരാധകം വരുന്നുണ്ട്. വരട്ടെ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഒരുപാട് നോവലുകൾ വായിക്കുകയും അതിലെ കഥാപാത്രങ്ങളായി ജീവിക്കുകയും ചെയ്ത സാറ് ഏതെങ്കിലും കഥാപാത്രങ്ങളാവാൻ ആഗ്രഹിച്ചിട്ട് നഷ്ടപ്പെട്ട ഏതെങ്കിലും റോളുകളുണ്ടോ? പ്രിയ മുതൽ മിനി വരെ സംവിധാനം ചെയ്ത സാർ ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സംവിധായകൻ്റെ മേലങ്കി അണിയാൻ സാർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രേക്ഷകർ എന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. തമ്പി സാറൊക്കെ തിരിച്ച് ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എനിക്ക് വേറെ ഏതെങ്കിലും ഇത് ക്യാരക്ടർ അഭിനയിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇല്ല. എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഏതെങ്കിലും ഒരു ക്യാരക്ടർ തോന്നുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കും. അപ്പോൾ ആരും എടുത്തില്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കും. ഇത്രയല്ലേ ഉള്ളൂ. സിനിമാ സംവിധാനം മാറുന്ന കാലഘട്ടമനുസരിച്ചും പുതിയ അഭിരുചികൾ സൃഷ്ടിക്കാനും കഴിവുള്ള ഒരു സംവിധാനമാണ് മത്സാർ. അതല്ലെങ്കിൽ ഒരു കാരണവശാലും മലയാള സിനിമയിൽ പല സിനിമകളും ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു സിനിമ കൂടി ഒരു പക്ഷേ മനസ്സിൽ താലോലിക്കുന്ന ഒരു വിഷയത്തെ മുൻനിർത്തി ഒരു സിനിമ സംവിധാനം ചെയ്തുകൂടി. ഞാൻ ഈ ഇത് പറയുമ്പോൾ ഒരു കോൺട്രവേഴ്സിയാണ്, പക്ഷെ അത് നേരെ മനസ്സിലാക്കിയാൽ കോൺട്രവേഴ്സി ആവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്നയാൾ ബാക്കി എല്ലാവരും മുകളിലാണ്. കാരണം ഹീ മേക്സ് ദി പിക്ചർ. അപ്പോൾ നടൻ അതിൻ്റെ അടുത്തത് എന്ന് പറയുമ്പോൾ നടനായി, അത് കഴിഞ്ഞിട്ട് ഡയറക്ടറായി, പിന്നെ പ്രൊഡ്യൂസറാകുമ്പോൾ വീണ്ടും ഡയറക്ടറായിട്ട് പോയിട്ടുള്ള ആവശ്യമില്ല. പ്രൊഡ്യൂസറുടെ പദവിയിൽ ഇരുന്ന ആളാണ്. അതെ, പ്രൊഡ്യൂസറിന് കാശ് മുടക്കുന്ന ആളല്ല. ദി റിയൽ പ്രൊഡ്യൂസർ. അത് ഈ ഡയറക്ടർ മുറ്റിയാണ് പ്രൊഡ്യൂസറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പദവി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി സിനിമയിൽ വേറൊരു പദവി ഇല്ല. കാരണം ഇപ്പോൾ ഞാൻ പ്രൊഡ്യൂസറാണെന്ന വരിയിൽ എല്ലാവർക്കും അവരുടെ വർക്കേഴ്സിന് അവരുടെ എല്ലാം ഫ്രീഡം കൊടുത്തുകൊണ്ട് എവറിത്തിങ് വിൽ ബി വാച്ച്ഡ് ബൈ മീ. അത് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് വീണ്ടും ചെയ്യേണ്ടി വരും, റീടേക്ക് ചെയ്യേണ്ടി വരും, ഈ തിരുത്തേണ്ടി വരും, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ ബാക്കി സ്റ്റോറി റൈറ്റർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയലോഗ് റൈറ്റർ ആയിക്കോട്ടെ, പിന്നെ അതിൻ്റെ ക്യാമറാമാൻ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, ദി മാൻ ഹൂ ടേക്സ് ദി ഷോട്ട്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇവർ മൂന്നുപേര് ചെയ്യുന്ന സംഗതി അതെല്ലാം സൂപ്പർവൈസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ചെയ്യുന്ന ആളാണ് എൻ്റെ പ്രൊഡ്യൂസർ. അല്ല കുറച്ച് കാശ് മുടക്കുന്ന ആളല്ല ഞാൻ. ആ കാശ് മുടക്കുന്ന ആളിനെ പ്രൊപ്പറേറ്റർ എന്ന് പറയാം, പ്രൊഡ്യൂസർ എന്ന് പറയാം. അല്ല, പറയാൻ നിൽക്കില്ല. ഈസ് നോട്ട് ദി പ്രൊഡ്യൂസർ. അപ്പോൾ സാറിന് ആ ഒരു പദവി ഒരിക്കൽ കൂടി ആർജിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലാതല്ല, ബട്ട് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേണമെന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് കിട്ടുകയാണെങ്കിൽ, ഈ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു സാധനം വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ നെക്സ്റ്റ് ഡേ ഐ വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. അത് സാറിൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരു പക്ഷേ എന്തിനും പോരുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു പ്രായമാണ് ഇപ്പോഴും എന്നുള്ളൊരു ചിന്ത, ഇതാണ് മധുസാറിനെ വ്യത്യസ്തരാക്കുന്നത്. അതാണ് ബാലചന്ദ്രമേനോൻ പറഞ്ഞത്. ഈ വലിയ ഇൻവേർട്ടർ കോമ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയെ ഒരു ഒറ്റ മലയാള വാക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ, വലിയ ഉഡായിപ്പുകളുള്ള മലയാള സിനിമാ ലോകത്ത് യാതൊരു വിഷമവും ഇല്ലാതെ തന്മയത്വത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ എന്തുകൊണ്ട് മധുസാറിന് കഴിയുന്നുള്ളത് ഈ ഒരു മനസ്സിൻ്റെ അവസ്ഥ കൊണ്ടാണ്. അല്ല, മനസ്സും ചുറ്റുപാടുകളും നമ്മുടെ വീട്ടുകാരും ഫ്രണ്ട്സും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ശത്രു ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആരെയും മനസ്സിൽ പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. സ്ഥായിയായ ഒരു ദേഷ്യം ഇല്ല. ആ സമയത്ത് നൈമിഷികമായ ദേഷ്യമൊക്കെ വരും, അതങ്ങ് പോകും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ തമ്പി നേരത്തെ തമ്പിയോട് മാത്രം എനിക്കങ്ങനെ ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു ക്ലാഷോ ഉണ്ടായിട്ടില്ല എന്ന്. വേറെ ആരോടും ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിക്കണം. ആരോടും ഉണ്ടായിട്ടില്ല. ഉറക്കെ സംസാരിക്കും, പറഞ്ഞാൽ തീരും. അത് നിങ്ങൾ കാരണം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞാൽ ദേഷ്യമല്ല, എന്തെങ്കിലും ഒരു സംഗതി എംഫസൈസ് ചെയ്യണമെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോൾ ശബ്ദം ഉറച്ചു പോകും. ദേഷ്യമല്ല, അതൊരു ഇതാണ്. അപ്പോൾ ആരും തെറ്റ് എല്ലാവരും ഞാൻ തെറ്റ് ചെയ്യാത്തവനല്ല എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ടായിരിക്കാം. പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് ടു ബാക്കിയുള്ളവരെ ഇതുവരെ ഈ 50 വർഷമായിട്ട് ഒരു മനുഷ്യനോടും ഒരു ശത്രുത തോന്നത്തക്ക രീതിയിലുള്ള പെരുമാറ്റം എന്നോടും ഉണ്ടായിട്ടില്ല, എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കൊടുക്കുന്നതാണ് തിരിച്ച് കിട്ടുന്നത്. അതെ, എക്സാക്ട്ലി. എന്തായാലും മധുസാറെ കൊടുത്തത് എന്താ പറയുക, 10 മടങ്ങായിട്ട് മധുസാറ് ജീവിതത്തിൽ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മധുസാറിൻ്റെ മുഖത്തുള്ള ആ ശാന്തതയും അല്ലെങ്കിൽ സന്തോഷവും സംതൃപ്തിയും പ്രതിഫലിപ്പിക്കുന്നത് ആ വികാരത്തെയാണ്. ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചത്, ഒരുപക്ഷെ നമ്മൾ തുടക്കം മുതൽ അല്പം തിരക്ക്, എനിക്ക് തോന്നുന്നൊരു 10-20 എപ്പിസോഡിൽ പോലും ഒതുങ്ങുന്നൊരു വ്യക്തിത്വമല്ല താങ്കൾ. വേണമെങ്കിൽ ഒരു നീണ്ട കഥ മഹാസീരിയൽ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ടെലിവിഷൻ്റെ ഒരു പരിമിതിയിൽ, ഒരു ഷോയുടെ പരിമിതിയിൽ നമുക്കിവിടെ നിർത്തേണ്ടി വരുന്നു. ഇനിയും ഒരുപാട് കാലം സഞ്ചരിക്കട്ടെ. ഒരുപാട് നല്ല നിമിഷങ്ങൾ മലയാള സിനിമയ്ക്കും
മലയാള സംസ്കാരത്തിനും മധുസാറ് പ്രദാനം ചെയ്യട്ടെ. മധുസാറിൻ്റെ ചാറ്റിങ്ങിന് പല ആൾക്കാരും വരട്ടെ. അതുപോലെ മധുസാറിനെ കാണുമ്പോൾ പണ്ട് ചെയ്യാൻ കഴിയാത്ത കുറവ് നികത്താൻ വേണ്ടി വന്ന് ഇനിയും അവർ ആലിംഗനം ചെയ്യട്ടെ, ഉമ്മ വെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു വിചാരിച്ചു. എന്താ ഞാൻ ഇതിന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ ഒരുമാതിരി തോണ്ടിയ അനാവശ്യങ്ങളെല്ലാം പറഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പെടുത്തി. അത് സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്ന് വരിയിൽ എന്തോന്ന് വല്ലതുമൊക്കെ പറയിച്ച് കളയും, പറഞ്ഞു കളയും. ഞാൻ പറഞ്ഞു എനിക്ക് പറയാനൊന്നുമില്ലല്ലോ, പിന്നെന്താ പറയണേ. അങ്ങനെ ഒരു ധാരണയുണ്ട് കേട്ടോ. ഞാൻ വളരെ പാവാന്ന് മധുസാറിന് അറിയില്ലേ? പാവമൊന്നൊന്നും അഭിപ്രായമില്ല. കള്ളം പറഞ്ഞുകൊണ്ടാണ് ചോ വന്നത്. അതെ മസാറെ, സ്വാഭാവികമായിട്ടും നമ്മളൊരു ഷോയിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു പോകും. അപ്പോൾ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ, പക്ഷേ ഇന്നേ വരെ സ്ഥിതിയായി വന്ന ആൾക്ക് ഒരു വിമിഷ്ടവും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ കാണുന്നവർക്കായിരിക്കും വേണമെങ്കിൽ ചില വിമിഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സാർ ഇത്രയും നേരം ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വളരെ വിലപ്പെട്ട ഒരു സമയമാണിപ്പം. അല്ല, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള ഇവരാരും എൻ്റെ വീട്ടിൽ വന്നൊന്നും പറയില്ലല്ലോ. അതെ, ഒരുമിച്ച് ഇത്രയും സ്നേഹിക്കുന്ന ആളുകളുടെ അവരുടെ സംസാരങ്ങൾ കേൾക്കാനും അത് എന്നെക്കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കാനൊരു അവസരം ഉണ്ടായത് ഐ കൺസിഡർ ഇറ്റ് വളരെ വളരെ അപൂർവമായിട്ടുള്ള വളരെ വിലയുള്ള ഒരു അനുഭവമായിരുന്നു എനിക്കിപ്പോൾ കിട്ടി. സാറിൻ്റെ മുമ്പിൽ എനിക്ക് പ്രണാമം. എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സാറിനെ ഒരു അഭിമുഖത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ചാൽ ഒരു അഭിമുഖത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരാളല്ല താങ്കൾ. എന്ന് വെച്ചാൽ അത്രത്തോളം സംഭാവനകൾ മലയാള സിനിമയിലും ജീവിതത്തിലും നൽകിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഈ പെരുന്തച്ഛനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് വളരെ സംതൃപ്തി തോന്നുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, മധുസാറിൻ്റെ ആ ഹൃദയ നൈർമല്യം ഈ ഇൻ്റർവ്യൂവിൽ തുടക്കം മുതൽ അവസാനം വരെ പ്രതിഫലിക്കുന്നു. ഈ ഒരു സ്നേഹവും സാഹോദര്യവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മധുസാറേ, ഇത് JB ജംഗ്ഷൻ 150ാമത്തെ എപ്പിസോഡ് തികയ്ക്കുകയാണ്. ഈ 150ാമത്തെ എപ്പിസോഡ് തികയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും യോഗ്യനായ ഒരു അതിഥി മധുസാർ മാത്രമാണ്. താങ്ക് യു സാറിന് പ്രത്യേകം.